കോവിഡിൻ്റെ എറയിൽ പ്രോഫിറ്റ് മാത്രമല്ല ആപ്പിൾ കണ്ടിരുന്നത്, ഒരു മേജർ ഷിഫ്റ്റ്, ഒരു ഗ്ലോബൽ എക്കണോമിക്കൽ ഷിഫ്റ്റും നമുക്ക് കാണാൻ പറ്റി. പ്രോഫിറ്റ് ഉണ്ടാക്കുക എന്ന് പറയുന്നത് എല്ലാ കമ്പനികളുടെയും ഒരു കോർ വാല്യൂ ആയിരിക്കും. പക്ഷേ ആപ്പിൾ അവരുടെ കോർ വാല്യൂ ആയിട്ട് വെച്ചിരുന്നത് പ്രിവസി എന്ന് പറയുന്ന മനുഷ്യന് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള ഒരു കാര്യമായിരുന്നു. യെസ്, പ്രിവസി ആൻഡ് പ്രിൻസിപ്പിൾസ്, ഈ രണ്ട് കാര്യങ്ങളും ടിം കുക്ക് അടിവരയിട്ടാണ് എല്ലാ ഡിവൈസിലും കൊടുത്തുകൊണ്ടിരുന്നത്. ആൻഡ് ഗ്ലോബലി എല്ലാ ഡിവൈസുകളിലും കാർബൺ ന്യൂട്രലാക്കാനുള്ള ഒരു മാപ്പും 2030 എന്ന് പറയുന്ന ഒരു ബിഗ്ഗസ്റ്റ് ഗോളും സെറ്റ് ചെയ്തു. ഈ ഒരു കാർബൺ ന്യൂട്രൽ മാത്രമാക്കുന്നതുകൊണ്ട് ആപ്പിളിൻ്റെ പ്രോഡക്റ്റ് ഹിറ്റാവില്ല. അവരുടെ എല്ലാ റീറ്റെയിൽ സ്റ്റോറുകളും കാർബൺ ഇമിഷൻ കുറയ്ക്കാനും അതോടൊപ്പം തന്നെ എല്ലാ പ്രൊഡക്റ്റുകളും ഹ്യൂമൻസിന് റീസൈക്കിൾഡ് ആയ പ്രൊഡക്റ്റ് കൊണ്ട് കൊടുക്കുമ്പോൾ അവരുടെ ഈ വേസ്റ്റ് കുറയ്ക്കാനും ആപ്പിളിന് ഏറ്റവും വലിയൊരു ഗോള് ഇംപ്രൂവ് ചെയ്യാനും ടിം കുക്ക് അവിടെ കറക്റ്റായിട്ട് ഒരു മോട്ടിവേഷനിൽ ഇട്ട് കൊടുത്തു. അതുകൊണ്ട് തന്നെ ആപ്പിൾ ഒരു ടെക് കമ്പനി മാത്രമായിട്ടല്ല വളർന്നത്, ഗ്ലോബൽ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു കമ്പനിയായിട്ട് മാറി. അത് സ്റ്റീവ് ജോബ്സിന് ചെയ്യാൻ പറ്റാതിരുന്ന ഒരു കാര്യമായിരുന്നു. പക്ഷേ ടിം കുക്ക് ഒരു ക്ലിയർ കട്ട് വിഷനായിട്ട് തന്നെയാണ് ഈ ഒരു കമ്പനിയെ ഒരു കോർ വാല്യൂ ബിൽഡ് ചെയ്യുന്നതിന് പകരം മൾട്ടിപ്പിൾ വാല്യൂസ് ഏറ്റവും ബെറ്ററായിട്ടും അതോടൊപ്പം തന്നെ ഡീപ്പായിട്ടും ലോകത്തിലെ എല്ലാവർക്കും വേണ്ടി കുഴിച്ചിട്ടത്.